നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ മടങ്ങിവരവ് ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണിപ്പോൾ. രോഹിത്തിനൊപ്പം ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് 3-ലെ മറ്റ് ബാറ്റർമാരായ ജയ്സ്വാൾ, ഗിൽ എന്നിവരും രഞ്ജിയിലേക്കുള്ള തിരിച്ചുവരവിൽ വലിയ തോതിൽ നിരാശപ്പെടുത്തി. മറ്റ് രണ്ടുപേരെ അപേക്ഷിച്ച് രോഹിത്തിനായിരുന്നു ഈ മത്സരം ഏറെ നിർണായകമായിരുന്നതും. വഴിമുട്ടി നിൽക്കുന്ന തന്റെ അന്താരാഷ്ട്ര കരിയർ തിരിച്ചുപിടിക്കാൻ രഞ്ജിയിൽ തിളങ്ങേണ്ടത് ഹിറ്റ്മാന് വളരെയധികം പ്രധാനമായിരുന്നു. എന്നാൽ ജമ്മു കാശ്മീരുമായുള്ള കളിയിൽ മുംബൈക്കായി ഓപ്പണിംഗിന് ഇറങ്ങിയ രോഹിത് ഒറ്റയക്കത്തിന് സ്കോറിന് പുറത്താവുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ കളിയിൽ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ബാറ്റ് ചെയ്ത ജയ്സ്വാളും ഒറ്റയക്കത്തിന്റെ സ്കോറിനാണ് ഗ്രീസ് വിട്ടിരുന്നത്. പക്ഷേ പഞ്ചാബിന് വേണ്ടി ഇറങ്ങിയപ്പോഴായിരുന്നു ഗിൽ ഒറ്റയക്കത്തിന് പുറത്തായതെന്ന് പറയാം. ICC ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തിയതോടെ രോഹിത്തിന്റെ പരിതാപകരമായ ഈ ഫോം ഇന്ത്യയെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലായിരുന്നു രോഹിത് ശർമ്മ പ്രധാനമായും കളിച്ചതും. സ്ട്രൈക്ക് റൊട്ടേറ്റ് പോലും ചെയ്യാൻ കഴിയാതെ അദ്ദേഹം ഈ അവസ്ഥയിൽ നിന്നും ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് രഞ്ജി ട്രോഫിയിലെ പ്രകടനത്തിലൂടെ തെളിയുന്നത്. 19 ബോളുകൾ നേരിട്ട ശേഷം വെറും 3 റൺസ് മാത്രം എടുത്ത് അദ്ദേഹം പുറത്തായി. ഉമർ നസീറിന്റെ ബൗളിംഗ് PK ഡോഗ്രയ്ക്ക് സമ്മാനിച്ചാണ് രോഹിത് മടങ്ങിയത്. ഓസീസുമായുള്ള കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 1-3 കൈവിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ്. ഒരു 50 പോലുമില്ലാതെ 3 ടെസ്റ്റുകളിൽ നിന്നും രോഹിത്തിന് നേടാനായത് വെറും 31 റൺസായിരുന്നു. ഒടുവിൽ സിഡ്നിയിലെ അവസാന ടെസ്റ്റിൽ അദ്ദേഹം പ്ലേയിങ് 11-ൽ നിന്നും സ്വയം മാറി നിൽക്കുകയായിരുന്നു. രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീരുമായുള്ള കളിയിൽ മുംബൈക്ക് വേണ്ടി ഓപ്പണറായി എത്തിയത് ജയ്സ്വാളിന് 4 റൺസായിരുന്നു സ്കോർ നേടാൻ കഴിഞ്ഞത്. 8 ബോളിൽ ഒരു 4 അടക്കമുണ്ട്. രോഹിത് ശർമ്മയെ പോലെ രഞ്ജിയിൽ ഗില്ലിന്റെ പ്രകടനം ഇന്ത്യയെ വലിയ തോതിൽ ആശങ്കയിലാക്കും. ഉത്തർപ്രദേശുമായുള്ള കളിയിലാണ് പഞ്ചാബ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ഫ്ലോപ്പായി പ്രധാനമായി മാറിയത്. 8 ബോളിൽ ഒരു 4 അടക്കം 4 റൺസ് എടുത്ത് ഗിൽ ഗ്രീസ് വിട്ടിരുന്നു. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിലും ടെസ്റ്റ് പരമ്പരയിലും ഗിൽ നിറം മങ്ങുകയാണ് ചെയ്തത്.